ഹായ് ഫ്രണ്ട്സ്, മിനി വ്ലോഗ് ടിപ്പ് ആൻഡ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഫോൺ കേടായിപ്പോയി. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുവാണേ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ, എൻ്റെ വീഡിയോ കാണണേ. എല്ലാവരും കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ തരണം, ഷെയറും കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ എനിക്കൊരല്പം ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്ക ഒരു എരിശ്ശേരി വെച്ചിട്ട് ആ എരിശ്ശേരിയും കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചക്ക എരിശ്ശേരിയും വെച്ച് കാണാം, നമുക്ക് ചോറുണ്ണാം. ബായോ, നമുക്ക് എല്ലാം ഒരുമിച്ച് പോകാം, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീഡിയോ കാണാം. അപ്പോൾ കൂട്ടുകാർ, നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ചക്കയെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് എരിശ്ശേരി വെക്കാവേ. അപ്പം ഈ ചക്കയെല്ലാം ഞാൻ അരിഞ്ഞ് കുക്കറിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചക്കയ്ക്കകത്തോട്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ശകല ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ വന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ കുക്കർ അടയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പേ വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചക്ക വേവട്ടെ. ചക്ക വേകുമ്പോഴത്തേ നമുക്ക് ഇതിൻ്റെ അരപ്പെല്ലാം തയ്യാറാക്കിയെടുക്കാവേ. ചക്കയ്ക്ക് വേണ്ട അരപ്പെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളിയും ജീരകവും ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തേങ്ങ ചതച്ച് വെച്ചേക്കുവാണ്. ശകലം മഞ്ഞൾപ്പൊടി നമ്മൾ ചക്കയ്ക്കകത്ത് വിട്ടായിരുന്നു. നമ്മുടെ ചക്ക എല്ലാം വിസിലടിച്ച് വരുന്നുണ്ട്. അത് ആവിയൊക്കെ പോയിട്ട് നമുക്ക് ഈ അരപ്പ് അതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് വന്നിരിക്കുവാണ്. അപ്പോൾ അത് ഇനി കുറച്ചുകൂടെ ആവിയുണ്ട്. ആവിയുടെ പോയി കഴിയുമ്പോൾ നമുക്കത് കുക്കർ തുറന്ന് അരപ്പ് അതിലിട്ട് ഇളക്കിയെടുക്കാവേ. ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇനി അരപ്പിട്ട് കൊടുക്കാവേ. അരപ്പിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തവി വെച്ചൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ചക്ക ഇളക്കുവാണേ. നല്ല ചൂടുണ്ട് ചക്കയ്ക്ക്. ചക്ക നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് വെന്ത് വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഞാൻ ഇളക്കിയെടുക്കട്ടെ കേട്ടോ. ഇട്ടിട്ട് കാണാം. പാൻ അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോടെ നമുക്ക് അല്പം തേങ്ങ ചിരികിയത് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയൊന്ന് വറുത്തെടുക്കാവേ. തേങ്ങ വറുത്ത് നമുക്ക് നമ്മുടെ ചക്ക എരിശ്ശേരിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മൂത്ത് വരട്ടെ നന്നായിട്ട്. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചക്കയ്ക്കകത്തോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാവേ. ചക്കയെല്ലാം കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തിലോട്ട് നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ചക്ക അങ്ങ് കുറുകിപ്പോയി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക എരിശ്ശേരിയും കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ടാലോ. ബായൊന്ന്. അപ്പോൾ തൈരുണ്ട്, ചമ്മന്തി, നെത്തോലി വറുത്തത്, നെത്തോലി കറി, ചക്ക എരിശ്ശേരി, പാവയ്ക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ ഇത് കൂട്ടി നമുക്ക് ഒന്ന് കഴിച്ചാലോ. ചോറ് തൈരും കൂടെ ആദ്യമേ ഒന്ന് പുരട്ടിയിട്ട് ഇച്ചിരി ചക്ക എരിശ്ശേരിയും കൂടെ ഇട്ട് വരട്ടി അല്പം ചമ്മന്തിയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി മീൻ്റെ ചാറുകൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് പുരട്ടി ഉരുളകളാക്കി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കൊള്ളാം, സൂപ്പറായിരിക്കും. നമുക്കൊരു മീൻ വറുത്തതും ഒരു നെത്തോലി വറുത്തതും കൂടെ വെച്ചൊന്ന് കഴിച്ചാലോ. അപ്പോൾ ചക്ക കിട്ടുമ്പം ഇനി ഒരു പ്രാവശ്യം ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. അപ്പോൾ ഞാനിത് കഴിച്ച് തീർക്കട്ടെ.